കെപിസിസിയുടെ ഭാരവാഹികൾ, UDF ചെയർമാൻ, DCC ഭാരവാഹികൾ, പ്രിയമുള്ള ശ്രീരാമൻ കൊയ്യോൻ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായി ഭരണഘടനാപരമായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ വാർഷികം ഇന്ത്യ ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിത്തന്നു. മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് നേതൃത്വം നൽകി. ആ സ്വതന്ത്ര ഇന്ത്യ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ നേതാക്കന്മാർ ആലോചിച്ചു. അതിനായിട്ട് ഇന്ത്യക്ക് ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സമിതിയെ രൂപീകരിച്ചു. ആ സമിതിയിൽ ആകെ 296 പേരായിരുന്നു ആ സമിതിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട 211 പേർ കോൺഗ്രസുകാരായിരുന്നു. 296-ൽ 12 സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകടന്നു. ബാക്കിയുള്ള സ്ഥാനങ്ങളിൽ 211 സ്ഥലത്ത് ജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മഹാഭൂരിപക്ഷമുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ദളിത് മുന്നോക്ക വിഭാഗത്തിന്റെ പ്രതിനിധിയായ ഡോക്ടർ BR അംബേദ്കറെ ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയോഗിച്ചത് മനസ്സിലാക്കണം. രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് അതിന്റെ ചെയർമാനായി എങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി BR അംബേദ്കറെയാണ് നെഹ്റുവും മറ്റ് നേതാക്കന്മാരും ചേർന്ന് നിയമിച്ചത്. ആ ഭരണഘടന ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് വലിയ സംരക്ഷണം ഇന്ത്യ രാജ്യത്ത് നൽകുന്നുവെങ്കിൽ അത് നടപ്പിലാക്കാൻ കേരളത്തിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചത് കോൺഗ്രസിന്റെ ഗവൺമെന്റുകളാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴാണ് ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് ഭൂമി സ്വന്തമായിട്ട് അവർക്ക് കിടപ്പാടം നൽകാൻ തീരുമാനിച്ചത്. ഇവിടെ ശ്രീരാമൻ പറഞ്ഞു, ആർളം സെൻട്രൽ ഫാം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി അതിൽ പകുതി സ്ഥലമാണ് ഏറ്റവും വലിയ ആർളം ആദിവാസി പുനരധിവാസ മേഖലയാക്കി മാറ്റിയത് എങ്കിൽ അന്ന് മലബാറിലെ MPമാരെല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ MPമാരായിരുന്നു. വടകരയിലെ അന്നത്തെ സതീദേവി, അന്നിവിടെ കണ്ണൂരിൽ അബ്ദുള്ളക്കുട്ടി, കാസർകോട്ടെ കരുണാകരൻ, കോഴിക്കോട്ടെ പ്രേമജം, ഇവരെല്ലാവരും ചേർന്നൊരു കത്തു നൽകി ആർളം ഭൂമി ഒരിക്കലും ആദിവാസികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ശ്രീരാമൻ കൊയ്യോടൻ ഇവിടെ പറഞ്ഞ കത്ത് നൽകിയത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MPമാരാണ്. എന്നാൽ AK ആന്റണി ആ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ആർളത്തും അതുപോലെ നമുക്കെല്ലാം അട്ടപ്പാടിയിലും ആലക്കോടുമെല്ലാം ആദിവാസി ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഭൂമി നൽകിയത്. ദളിതർക്ക് വേണ്ടി സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഞാൻ ഓർമ്മിക്കുന്നു, ജയലക്ഷ്മി എന്ന അന്നത്തെ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിരുന്നില്ല. ആദ്യമായിട്ട് MLA ആയി വയനാട്ടിലെ ജയലക്ഷ്മിയെ പട്ടികവർഗ വിഭാഗത്തിന്റെ മന്ത്രിയായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നിയോഗിച്ചു. അതേപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിന് മറ്റൊരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലെ പിണറായി സർക്കാരിൽ പട്ടികജാതി വിഭാഗത്തിന് മന്ത്രിയില്ല. ആർളത്തെ ഇന്നത്തെ വിഷയങ്ങൾ എന്താണ്? ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണിന്ന്. ആർളം പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ശോഭയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടൂര് പോലെ ആദിവാസികൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ശോഭയുടെ ഭൂരിപക്ഷം എത്രയാ? 715 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിപ്പിച്ചത്. എന്നിട്ട് ആർളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കി മാറ്റാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തയ്യാറായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആദിവാസി വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ ഞാനിവിടെ ഇരുന്ന ആർളത്തെ കാര്യങ്ങൾ ഓർമ്മിച്ചപ്പോൾ വെള്ളിയും നീലയും കഴിഞ്ഞ വർഷം കശുവണ്ടി വറക്കാൻ പോയ ദമ്പതിമാരാണ്. അവരെ കാട്ടാന ചവിട്ടിക്കൊന്ന ആ ദാരുണമായ സംഭവം ഉയർത്തിയ പ്രതിഷേധം ഞാൻ ഓർമ്മിക്കുകയാണ്. ഇപ്പോഴും ആർളത്തെ ആളുകൾ ആ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതുപോലെ തന്നെ ചങ്ങരയിലും അരിപ്പയിലുമെല്ലാം ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടത്താൻ എല്ലാ കാലത്തും ആ സാധാരണക്കാർക്ക് വേണ്ടി ശക്തമായ നിലപാടാണ് ശ്രീരാമൻ കൊയ്യോൻ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചത്.
ആ ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടുന്ന ഒരു നേതാവിനെയാണ്. അതിൽ കാപട്യമില്ല, അതിൽ കള്ളമില്ല, അതിൽ അഭിനയമില്ല, അതിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളില്ല. ആ ജനവിഭാഗത്തിന്റെ അവശതകൾക്ക് പരിഹാരമുണ്ടാക്കുക, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അതാണ് ശ്രീരാമൻ കൊയ്യോൻ ആ സംഘടനയും ആഗ്രഹിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ആറളത്തുനിന്ന് അവരെ സ്വീകരിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ കെ വേലായുധനും ശ്രീ വി ടി തോമസ് സാറും രണ്ടാളും പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ആയിരുന്നവരാണ്. അവരെല്ലാവരും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു നേതൃത്വമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇപ്പൊ കോൺഗ്രസിലേക്ക് വരികയാണ്. പിണറായിയുടെ 10 വർഷക്കാലത്തെ ഭരണം കേരളത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. മുതലാളിമാർക്കും കുടുംബത്തിനും വേണ്ടിയാണ് പിണറായി കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. മക്കൾക്ക് വേണ്ടിയാണ്, മകന് വേണ്ടിയാണ്, മകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് എങ്കിൽ ആ ഭരണത്തിന്റെ തണലിൽ അക്രമം അഴിഞ്ഞാടുകയാണ്. രക്തസാക്ഷികൾക്ക് വേണ്ടി പയ്യന്നൂരിൽ ഫണ്ട് ശേഖരിച്ചു. ആ ഫണ്ട് ശേഖരിച്ച MLA തന്നെ, പയ്യന്നൂരിലെ MLA തന്നെ ആ ഫണ്ടിൽ നിന്ന് വലിയ സംഖ്യ വെട്ടിപ്പ് നടത്തിയെന്ന് കോൺഗ്രസുകാരല്ല പറഞ്ഞത്. മാർട്ടിൻ ജോർജോ, MP ഉണ്ണികൃഷ്ണനോ അല്ലെങ്കിൽ റഷീദ് ഗവായിയോ പയ്യന്നൂരുമായി ബന്ധമുള്ളവരാരുമല്ല പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ നേതാവായ കുഞ്ഞികൃഷ്ണനാണ് അത് പറഞ്ഞത്. എങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രക്തസാക്ഷികളുടെ ഫണ്ട് പോലും തട്ടിക്കുന്ന, വെട്ടിപ്പ് നടത്തുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു. ശബരിമലയിലെ കൊള്ള നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അയ്യപ്പന്റെ സ്വർണം കണ്ടതാരാണ്? എല്ലാവർക്കും അറിയാം. കോടതി പറഞ്ഞിട്ടുണ്ട്, അയ്യപ്പന്റെ സ്വർണം കാക്കാൻ അവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന ആളുകൾ, മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ സ്വർണം കട്ട കേസിൽ ജയിൽ കിടക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം സംരക്ഷിക്കാൻ, അയ്യപ്പനെ സംരക്ഷിക്കാൻ, ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് അവിടെ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ നിയോഗിച്ച മുൻ MLA പത്മകുമാറും മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വാസുവും ഒക്കെ ഇപ്പൊ ജയിൽ കിടക്കുന്ന എന്തിന്റെ പേരിലാണ്? കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം അവിടെ നിന്ന് അടിച്ചുമാറ്റി പകരം അവിടെ ചെമ്പ് കൊണ്ടുവച്ച കള്ളന്മാരാണ്. ഈ കാട്ടുകള്ളന്മാരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പരാജയപ്പെടുത്തണം. പഞ്ചായത്ത് ഇലക്ഷനിൽ പരാജയപ്പെടുത്തി, അതുകൊണ്ടായില്ല. പഞ്ചായത്ത് ഇലക്ഷനിൽ മാത്രം പരാജയപ്പെടുത്തിയാൽ പോരാ, കേരള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കണം. അതിന് നല്ല മനസ്സുള്ള, യോജിപ്പുള്ള എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ശ്രീരാമൻ കൊയ്യോൻ ആ നിലപാട് സ്വീകരിച്ചു. കൂടെ ആളുകളെല്ലാവരും ആ നിലപാടിന്റെ കൂടെ വന്നു. എല്ലാവരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തു. എല്ലാവരും ചേർന്ന് നമുക്ക് കോൺഗ്രസിനെ ശക്തമാക്കാം. NCPയിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ കഴിഞ്ഞ ദിവസം ഇതേ DCC ഓഫീസിൽ വെച്ച് കോൺഗ്രസ് അംഗത്വം എടുത്തു. ബഹുമാനായ ശ്രീ K. സുധാകരൻ അവർക്ക് അംഗത്വം നൽകി. ഇന്നിപ്പോൾ നിങ്ങളെ എല്ലാവരെയും കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ ശ്രീരാമൻ പറഞ്ഞു, തറവാട്ടിലേക്കുള്ള ഒരു മടങ്ങി വരവ് മാത്രമാണ്. എല്ലാവരെയും സ്വീകരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.